സ്ക്രീൻ വിസിബിൾ അല്ലേ? വിസിബിൾ അല്ലേ സ്ക്രീന്? ഓക്കെ. നമ്മൾ ലാസ്റ്റ് ദിവസം മാക്സിമം എൻട്രോപ്പി പോയിന്റിന്റെ മാക് നമ്പർ കണ്ടുപിടിക്കുന്ന പോയിന്റ് നോക്കി. മാക് നമ്പർ ഈക്വൽ ടു മാക് നമ്പർ എം ഈക്വൽ ടു 1 വരണം. ഇത് അവിടെ മാക്സിമം എൻട്രോപ്പി പോയിന്റ് അതിന്റെ ഡെറിവേഷൻ നമ്മൾ നോക്കി. അതിന്റെ പ്രൂഫ് ദാറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തിയററ്റിക്കലി വരുന്ന ഒരു സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂഫ് ദാറ്റ് കേസിൽ എം ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാൻ. അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് മാക്സിമം എൻതാൽപ്പി ഉണ്ട്. മാക്സിമം എൻതാൽപ്പി റിയലി ലൈൻ പറയുമ്പോൾ പറഞ്ഞ രണ്ട് പോയിന്റ്സ് ആണിത്. മാക്സിമം എൻതാൽപ്പി പോയിന്റും മാക്സിമം എൻട്രോപ്പി പോയിന്റ്. ഓക്കെ, മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ മാക് നമ്പർ 1 നേട്ടി. ഇനി മാക്സിമം എൻതാൽപ്പി പോയിന്റിൽ മാക് നമ്പർ വിൽ ബി 1/√ ഗാമ ആയിരിക്കും. ഓക്കെ, മാക്സിമം എൻതാൽപ്പി പോയിന്റിൽ മാക് നമ്പർ എന്ന് പറയുന്നത് 1/√ ഗാമയാണ്. സോ അതിന്റെ ഡെറിവേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ മറ്റേത് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു കോർഡിനേറ്റ് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, ഒരു പി വി കോർഡിനേറ്റ്സ് എടുത്തു. ഒരു പി വി ഡയഗ്രത്തിൽ എന്ത് വരച്ചു? ഇത് കോൺസ്റ്റന്റ് എൻട്രോപ്പി അല്ലേ, കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ ആണ്. ഇറ്റ്സ് എ റെയിലി ലൈൻ വിത്ത് ഐസെൻതാൽപിക് ലൈൻ ആണ്. റെയിലി ലൈൻ ഗ്രാഫ് പ്ലോട്ടിംഗ് റെയിലി ലൈൻ വിത്ത് ഐസെൻതാൽപിക് ലൈൻസ് ആണ്. കോൺസ്റ്റന്റ് എൻതാൽപ്പി ആണ്. ഇതൊരു കറക്ഷൻ ആണ്. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ, എൻട്രോപ്പി അല്ല, കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ ആണ്. ഓക്കെ, രണ്ട് കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ കാണിച്ചിട്ടുണ്ട്, ഒരു റെയിലി ലൈൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റെയിലി ലൈനിന്റെ ഡിഫറെന്റ് പോയിന്റ്സ് ആയിട്ട് കാണിച്ചേക്കാണ്. ഒരു പോയിന്റ് ഓഫ് മാക്സിമം എൻതാൽപ്പി എന്താണോ എൻട്രോപ്പിൽ ചെയ്ത അതേ മെത്തേഡിലെ ഡെറിവേഷൻ തന്നെയാണ്. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. പി വി ഡയഗ്രത്തിൽ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ എടുത്തു. ആ കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ടാൻ ബീറ്റ എടുത്തു. ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു എന്താ, ഡി പി ബൈ ഡി വി അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി എച്ച്. സോ ഇതുണ്ടാവും മൈനസ് പി ബൈ വി കിട്ടി. ഓക്കെ, മൈനസ് പി ബൈ വി എഴുതി. ഡി പി ബൈ ഡി വി നമ്മൾ എഴുതി മൈനസ് പി ബൈ വി എന്ന് എഴുതി. ദെൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു റോ, മൈനസ് പി ഇൻറ്റു റോ. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കണം. മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. ഓക്കെ, then from the definition of velocity of sound, the a square is equal to gamma p rho അല്ലെ ഗാമ ആർ ടി ആണ്. a square is equal to ഗാമ ആർ ടി ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. a square is equal to ഗാമ ആർ ടി. സോ ആർ ടി നമുക്ക് എങ്ങനെ എഴുതാം? പി പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് ആർ ടി നമുക്ക് ഫോം ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? പി ബൈ റോ എന്ന് എഴുതാം. സോ a square will be equal to ഗാമ ഇൻറ്റു പി ബൈ റോ എന്ന് വരും. സോ ഇതിനകത്ത് പിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതി എന്ത് വരും? റോ എ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ എന്ന് വരും. ഓക്കെ, P is equal to rho a square divided by gamma. P is equal to rho a square divided by gamma. So ഈ ഇതിലെ ഈ പി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിന്റെ സ്ലോപ്പ് ഇക്വേഷനിലേക്ക് കൊടുത്തു. ഓക്കെ, ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് പി റോ എന്നുള്ളത്, അതിൽ പിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് റോ എ സ്ക്വയർ ബൈ ഗാമ. അതാണ് പി കൊടുത്തത്. അതൊന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മൈനസ് പി റോ എന്നുള്ള സാധനം ഇക്വേഷൻ എന്താവും? ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് റോ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബൈ ഗാമ എന്ന് വരും. ഓക്കെ, മൈനസ് റോ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബൈ ഗാമ. ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കുന്നത്? ഈ റെയിലി ലൈൻ കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടാൻജന്റിലായിട്ട് പോകും. ഈ ടാൻജന്റിലായിട്ട് മുട്ട് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇത് വരിക, പോയിന്റ് ഓഫ് മാക്സിമം എൻതാൽപ്പി. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് maximum enthalpy where the Rayleigh line become a tangential to constant enthalpy lines. Okay, then for that particular point the slope of Rayleigh line will be equal to slope of constant enthalpy line. നമ്മൾ എൻട്രോപ്പിന്റെ കേസിൽ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. ടാൻജൻഷ്യലി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്തായിരിക്കും സ്ലോപ്പ്? റെയിലി ലൈനിന്റെ സ്ലോപ്പും ഏതിന്റെ സ്ലോപ്പും? കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിന്റെ സ്ലോപ്പും സിമിലർ ആയിരിക്കും. സോ അതായത് എന്തായി? ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ ബീറ്റ ആയിരിക്കും. ഓക്കെ, ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ ബീറ്റ.
സോ ടാൻ തീറ്റ ബൈ ഈക്വൽ ടു ടാൻ ബീറ്റ വന്നു. ടാൻ ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചു. ടാൻ തീറ്റ നമ്മൾ കോൺസ്റ്റന്റ് എൻട്രോപ്പിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടാൻ തീറ്റക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാണ്. സിമിലർ ഇക്വേഷൻ തന്നെ നമ്മൾ ഇതിലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ടാൻ തീറ്റക്ക് നമ്മൾ ഓൾറെഡി റെയിൽ ലൈനിന്റെ സ്ലോപ്പ് ടാൻ തീറ്റക്ക് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? റോ സ്ക്വയർ എ സ്ക്വയർ ബൈ എം സ്ക്വയർ മൈനസിന്റെ മൈനസ് റോ സ്ക്വയർ എ സ്ക്വയർ എം സ്ക്വയർ നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചാണ്. സോ ഇവിടെ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെടുത്തു? ടാൻ ബീറ്റയുടെ ഒരു ഇക്വേഷൻ ഇട്ടു, മൈനസ് റോ സ്ക്വയർ എ സ്ക്വയർ ബൈ ഗാമ. ഇത് രണ്ടും ഒന്ന് റോ മൈനസ് നെഗറ്റീവ് സിമ്പിൾ ക്യാൻസൽ ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നെഗറ്റീവ് സൈൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ദെൻ റിമൈനിങ് ഇക്വേഷൻ വിൽ ബിക്കം റോ സ്ക്വയർ എ സ്ക്വയർ എം സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ. എം സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 1 ബൈ ഗാമ. എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ റൂട്ട് ഗാമ വരും. അതിനകത്ത് നെഗറ്റീവ് 1 ബൈ റൂട്ട് ഗാമ നമ്മൾ ആക്സെപ്റ്റബിൾ അല്ല. നമുക്കൊരു റിയലിസ്റ്റിക് സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്താ പോസിറ്റീവ് ആൻസർ മാത്രം കൺസിഡർ ചെയ്താൽ. ഓക്കെ, ദെൻ മാക് നമ്പർ at the maximum and point of maximum enthalpy, Mach number will become m equal to 1 by root gamma then. Okay, m equal to 1 by root gamma. ഈ പറഞ്ഞ മെത്തേഡ് ക്ലിയർ ആണോ? ഡെറിവേഷൻ ഹലോ ഹലോ പഠിച്ചോൻ ആരും കേട്ടില്ല. ഇവിടെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പറ, മനസ്സിലായിനോ ഇല്ലയോന്ന് പറ. ഞാൻ ചോദിച്ചു ഇവിടെ ക്ലിയർ ആണോ പറഞ്ഞത്? ആ ഡെറിവേഷൻ 1 ബൈ റൂട്ട് കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഈ മൊഡ്യൂളിന് തിയറി ക്വസ്റ്റൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണത്. മാക്സിമം എൻതാൽപി പോയിന്റ് 1 ബൈ റൂട്ട് ഗാമയും മാക്സിമം എൻട്രോപ്പി പോയിന്റ് 1 പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണ്? ഓക്കെ, ജിഷ്ണുവിന് എന്താ പറ്റിയ? നെറ്റിന്റെ ഇഷ്യൂ ആണോ? ജിഷ്ണു പോകാൻ ഇപ്പൊ ഉണ്ടോ? ഓൺലൈനിലുണ്ടോ ജിഷ്ണു? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആ? ജിഷ്ണു ഇല്ലേ? ലൈനിലില്ലേ? ഉണ്ടല്ലോ ജിഷ്ണു. ഓക്കെ ഓക്കെ. സോ എൻട്രോപ്പി പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊരു മെത്തേഡിലൂടെ, അതായത് ബേസിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വെച്ചിട്ടും അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരാം. എം ഈക്വൽ ടു 1 ബൈ റൂട്ട് ഗാമ എന്നുള്ളത് നമ്മൾ അപ്പോഴും എം ഈക്വൽ ടു 1 എന്നുള്ള രണ്ട് മെത്തേഡിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, എം ഈക്വൽ ടു 1 ബൈ റൂട്ട് ഗാമ നമുക്ക് രണ്ട് മെത്തേഡിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരാം. ഓക്കെ, സോ മാക് നമ്പർ അറ്റ് ദി സ്റ്റേറ്റ് ഓഫ് മാക്സിമം എൻതാൽപ്പി ക്യാൻ ഓൾസോ ബി directly obtained from the basic conservation equation. Initially നമ്മൾ പെർഫെക്റ്റ് ഗ്യാസ് എഴുതി P is equal to rho RT, പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ഇതിനെ എന്ത് ചെയ്തു? ലോഗറിതമിക് അപ്ലൈ ചെയ്തു. ഓക്കെ, ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്തിട്ട് ഇനീഷ്യലി ലോഗ് അപ്ലൈ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി ലോഗ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒക്കെ എന്തെങ്കിലും ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലോൺ P is equal to ലോൺ റോ പ്ലസ് ലോൺ R പ്ലസ് ലോൺ T. ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി? dp by p ഈക്വൽ ടു ഡി റോ ബൈ റോ. ഇത് കോൺസ്റ്റന്റ് ടേം ആണ്, ഡിഫറൻഷിയേറ്റ് എന്തായി? 0 ആയി പോകും. ദെൻ ഡി ടി ബൈ ടി എന്ന് വരും. ഓക്കെ, ഡി പി ബൈ പി ഈസ് ഈക്വൽ ടു ഡി റോ ബൈ റോ പ്ലസ് ഡി ടി ബൈ ടി എന്ന് വരും. ഇനി നമ്മൾ ഐസെൻതാൽപിക് പോയിന്റിന്റെ ഒരു റീജൻ, ആ ഒരു നിയർ ബൗണ്ടറി ആയിട്ടുള്ള റീജൻ എന്ത് ചെയ്യുന്നു? നമ്മൾ കോൺസ്റ്റന്റ് എൻതാൽപി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, മാക്സിമം എൻതാൽപി പോയിന്റിന്റെ നമ്മൾ ഐസെൻട്രോപിക്കിൽ ചെയ്ത അതേ മെത്തേഡാണ്. ഐസെൻട്രോപിക്കിൽ എന്ത് ചെയ്ത് ആ ഐസെൻട്രോപിക് പോയിന്റിന്റെ നെയ്ബർഹുഡ് ആയിട്ടുള്ള റീജിയനിൽ മാക്സിമം എൻട്രോപ്പിക് പോയിന്റ്, ഐസെൻട്രോപ്പി അല്ല സോറി, മാക്സിമം എൻട്രോപ്പിക് പോയിന്റിന്റെ നെയ്ബർഹുഡ് ആയ റീജിയനിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്നുള്ള അസംഷൻ എടുത്തു. സിമിലർലി ഇവിടെ എന്ത് ചെയ്തു? മാക്സിമം എൻതാൽപി പോയിന്റിന്റെ നെയ്ബർഹുഡില് നെയ്ബർഹുഡിലൊക്കെ കോൺസ്റ്റന്റ് എൻതാൽപി ആണെന്നുള്ള ഒരു അസംഷൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ എൻതാൽപി ചേഞ്ച് 0 ആണെന്നുള്ളത്. എൻതാൽപി ചേഞ്ച് 0 ആകുമ്പോൾ എന്താവും? ഡയറക്ട്ലി ടെമ്പറേച്ചർ ചേഞ്ചും 0 ആയിരിക്കും. സോ ഡി ടി വിൽ ബിക്കം 0. സോ ഇക്വേഷൻ എന്താവും? ഡി പി ബൈ റോ ഈസ് ഈക്വൽ ഡി പി ബൈ പി ഈസ് ഈക്വൽ ടു ഡി റോ ബൈ റോ ആവും. ഇതിനകത്ത് ഡി ടി ബൈ ടി എന്നുള്ള ടേം ക്യാൻസൽ ആവും. ദെൻ റിമൈനിങ് ഇക്വേഷൻ വിൽ ബിക്കം dp by p is equal to d rho by rho എന്ന് വരും.
Okay, dp by p is equal to d rho by rho. Any dp d rho ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈ d rho എടുത്തിട്ട് dp നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയല്ലോ. dp by d rho is equal to p by rho എന്ന് തോന്നുന്നു. p is equal to എന്താ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് rho rt എന്ന് എഴുതാം. So dp by d rho is equal to, it will become rt. Okay, dp by d rho is equal to rt. സോ സിമിലർ മെത്തേഡ് നമ്മൾ ഐസെൻട്രോപിക് ചെയ്യുമ്പോൾ ഡി പി ബൈ ഡി റോന് വി സ്ക്വയർ എന്നൊരു റിലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ഡെറിവേഷൻ ഇതിന്റെ പ്രീവിയസ് സ്ലൈഡ് എടുത്ത് നോക്കിയാൽ മതി. ടി പി ബൈ ഡി റോ എന്ന് പറയുന്നത് വി സ്ക്വയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തായി, വി സ്ക്വയർ ഈക്വൽ ടു ആർ ടി എന്ന് വരും. വി സ്ക്വയർ ഈക്വൽ ടു ആർ ടി എന്ന് കിട്ടി. എം ഈക്വൽ ടു എന്താ, പി ബൈ എ ആണ്. വി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, വി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്ക് റൂട്ട് ഓഫ് ഗാമ ആർ ടി ആണ്. ദെൻ ഫൈനലി മാക് നമ്പർ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ ഗാമ അല്ലെങ്കിൽ 1 ബൈ റൂട്ട് ഗാമ. ഗാമ ഈക്വൽ ടു 1.4 എടുക്കുന്ന കേസിൽ എം എന്ന് പറയുന്നത് 0.84 ആയിരിക്കും. മാക്സിമം സ്റ്റാറ്റിക് എൻതാൽപി പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ എന്ന് പറയുന്നത് 0.84 ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിലേക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ ആണോ അത് പറഞ്ഞ ഡെറിവേഷൻ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഹലോ മക്കളെ, ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഇല്ലാത്ത 10-34 ആളില്ല ക്ലാസ്സിൽ. അറ്റ്ലീസ്റ്റ് മനസ്സിലാകില്ലേ ചോദിക്കും, അതിനോട് റിപ്ലൈ പറ. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല, നീ ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് എങ്ങനെയും സ്ലോ ആയിട്ട് എടുത്തിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ ക്ലിയർ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നമ്മൾ നിൽക്കുക. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലിയർ ആകാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് എടുത്ത് പോകുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ചെറിയ മൊഡ്യൂളാണ്, ഇതിനകത്ത് അധികം കണ്ടന്റ് ഇല്ല. 1-2 ഇതുപോലത്തെ ഡെറിവേഷൻസ്. പിന്നെ ഓക്കെ നോക്കും, നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം എന്താൽപി റിലീ ലൈനിലെ ചോക്കിംഗ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം എന്താൽപി പോയിന്റ് പറഞ്ഞു, മാക്സിമം എൻട്രോപ്പി പോയിന്റ് പറഞ്ഞു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പേഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ദെൻ റിലീ ലൈനിൽ നടക്കുന്നത് എന്താ, റിലീ ലൈനിന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് എനി അതർ കണ്ടീഷൻസ്. ഓക്കെ, ഫ്രിക്ഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്തു, ഏരിയ ചേഞ്ച് നെഗ്ലക്ട് ചെയ്തു അല്ലെ. ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൽ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ഫ്ലോ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ട്, ഒരു റെയിലി ലൈനിന്റെ ഇനീഷ്യൽ പോയിന്റ് ഫിക്സ്ഡ് ആണെങ്കിൽ, ഇനീഷ്യൽ പോയിന്റ് ഒരു പെർട്ടിക്കുലർ ഇനീഷ്യൽ പോയിന്റ് സബ്സോണിക് ആയാലും ശരി സൂപ്പർസോണിക് ആയാലും ശരി, ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് ഹീറ്റ് അഡിഷൻ ഉണ്ട് അല്ലെ, ഒരു മാക്സിമം പോസിബിൾ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. കാരണം എന്താ, അത് കഴിഞ്ഞാൽ അതൊരു ചോക്ഡ് കണ്ടീഷനിലേക്ക് എത്തും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫർദർ മൂവ് ചെയ്യില്ല, എന്തില്ല, ഫർദർ ഒരു ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കില്ല. അപ്പോൾ ദർ ഇസ് എ ലിമിറ്റ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, നമുക്ക് എത്രത്തോളം പെർമിസിബിൾ ആയിട്ടുള്ള ഹീറ്റ് അതിൻ്റെ അകത്തേക്ക്
ആഡ് ചെയ്യാന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആ ചോക്കിംഗ് കണ്ടീഷൻ എത്തുന്നവരെ എന്തുണ്ടാവും, ഹീറ്റ് ആഡപ്പ് ചെയ്യാൻ പറ്റും. അതിനും ചോക്കിംഗ് കണ്ടീഷൻ ഫർദർ ആയിട്ട് ഹീറ്റ് ആഡപ്പ് ചെയ്യണം. എന്താ, ഫ്ലോ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം. ഇനീഷ്യൽ പോയിന്റ് ഒക്കെ വേരിയബിൾ ആയിട്ട് മാറും. സോ റെയിലി ലൈൻ തന്നെ ഷിഫ്റ്റ് ആവും. ഓക്കെ, സോ ഇതിന്റെ ഒരു പർട്ടിക്കുലർ റെയിലി ലൈൻ എടുത്താൽ ഒരു പർട്ടിക്കുലർ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എന്തുണ്ടാവും, ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ എന്താവും, ഇതിന് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന്. ഓക്കെ, അത് എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഇക്വേഷൻസ് ആണ് എന്താ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ. സോ അതിന് ഇനീഷ്യലി നോക്കുക എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ, യൂഷ്വൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ നോക്കുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പോസിബിലിറ്റി ഒരു ലിമിറ്റിംഗ് കണ്ടീഷനിലേക്ക് എടുക്കുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലി ഒരു ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഉണ്ട്, രണ്ട് സ്റ്റേറ്റ് പോയിന്റ്സ്. ഓക്കെ, ടോട്ടൽ ഫ്ലോ പാസേജ് നടക്കുന്ന രണ്ട് സ്റ്റേറ്റ്സ് 1 and 2 എന്നുള്ള സ്റ്റേറ്റ്സ്. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സ്റ്റഡി ബേസ്ഡ് അക്കോർഡിംഗ് ടു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു, നമ്മൾ വർക്ക് ട്രാൻസ്ഫർ ഇല്ല, നമ്മൾ എടുക്കുന്ന അസംഷൻസ് എന്ന് പറയുന്നത് ദർ ഇസ് നോ വർക്ക് ട്രാൻസ്ഫർ, മാസ് അഡീഷൻ ആൻഡ് എലിവേഷൻ ചേഞ്ച്. സോ ആ ഫാക്ടറൊക്കെ ഞങ്ങൾ എലിവേഷൻ ചേഞ്ചില്ലെങ്കിൽ Z ഫാക്ടർ നമ്മൾ നെഗ്ലക്ട് ചെയ്തു, മാസ് അഡീഷൻ ഇല്ല, സോ M ഫാക്ടർ നെഗ്ലക്ട് ചെയ്തു, വർക്ക് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, ഇതൊക്കെ എടുക്കുന്ന അസംഷൻസ് ആണ്. സോ ഫൈനലി ഇക്വേഷൻ എന്താവും, Q ഈസ് ഈക്വൽ ടു, ഫൈനലി ഈ ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്താവും, Q ഈക്വൽ ടു H2 മൈനസ് H1 പ്ലസ് V2 സ്ക്വയർ ബൈ 2 മൈനസ് V1 സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, Q ഈസ് ഈക്വൽ ടു H2 മൈനസ് H1 പ്ലസ് V2 സ്ക്വയർ ബൈ 2 മൈനസ് V1 സ്ക്വയർ ബൈ 2. ദെൻ ഇതിൽ H2 V2 കൂടി കമ്പൈൻ ചെയ്ത് എഴുതി H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 മൈനസ് H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2. ദെൻ H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിക് എൻതാൽപ്പി പ്ലസ് വെലോസിറ്റി ടേം വിൽ ബി ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഓർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം എന്ന് പഠിച്ചിട്ടുണ്ട് മുന്നേ. ഫസ്റ്റ് മൊഡ്യൂൾ മുന്നേ നമ്മൾ നോക്കുന്നതാണ് അല്ലേ. സോ Q ഈസ് ഈക്വൽ ടു എന്താ, H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 നമ്മൾ എന്ത് ചെയ്യും, H02 എന്ന് എഴുതി, H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 എഴുതി, H01 എഴുതി. സോ Q ഈക്വൽ ടു H02 മൈനസ് H01. ഓക്കെ, Q ഈസ് ഈക്വൽ ടു H02 മൈനസ് H01. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരാറുണ്ട് ഈ ഇക്വേഷൻ. അതായത് Q ഈക്വൽ ടു എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫറിന്, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി അറ്റ് ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും നമുക്കറിയാണെങ്കിൽ എത്രത്തോളം ഹീറ്റ് ആ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, Q ഈസ് ഈക്വൽ ടു H02 മൈനസ് H01. ഓക്കെ, ഇനി ഇതേ കേസിൽ ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആണ് നമ്മൾ എടുക്കുന്ന അസംഷൻ എന്താ, ഇക്വേഷൻസ് എല്ലാം പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻസ് ആണെന്നുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യലി റെയിലി ഫ്ലോ അനാലിസിൽ പറയുന്ന അസംഷൻ അല്ലേ. സോ അങ്ങനെ എന്താ, Q ഈസ് ഈക്വൽ ടു H0 നമുക്ക് Hന് എന്താ നമുക്ക് CP ഇൻറ്റു ടെമ്പറേച്ചർ എഴുതാം, CP ഇൻറ്റു T. എൻതാൽപ്പി ഈക്വൽ ടു CP ഇൻറ്റു T എന്ന് വരും അല്ലേ. സോ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ആണെങ്കിൽ എന്ത് വരും, CP ഇൻറ്റു T0. സോ Q ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T02 minus T01 വരും. ഓക്കെ, Q ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T02 മൈനസ് T01. ദെൻ ഇന്ന് എന്താ ചെയ്യാം, T01 കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എടുത്തു. ഇക്വേഷൻ വിൽ ബിക്കം Q ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T01 ഇൻറ്റു T02 ബൈ T01 മൈനസ് 1 വരും. ഓക്കെ, CP നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഒരു T1 ടേം എന്ത് ചെയ്തു, ബോത്ത് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് ചെയ്തു, ഒരു T1 ടേം അപ്ലൈ ചെയ്തു. ഓക്കെ, Q ഡിവൈഡ് ബൈ CP ഇൻറ്റു T1 ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ CP ഇൻറ്റു T1 ഈക്വൽ ടു T01 ബൈ T1 ബൈ T1 ഇൻറ്റു T02 ബൈ T01 മൈനസ് 1. ഓക്കെ, T02 ബൈ T01 മൈനസ് 1 വരും. ഓക്കെ, ഇനി T01 ബൈ T1 നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഓൾറെഡി അല്ലെ. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും നമ്മൾ റിലേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട് ഫ്രം ദി ഫസ്റ്റ് മൊഡ്യൂൾ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ T01 ബൈ T1 എന്താവും, ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 M1 സ്ക്വയർ. ഈ ഇക്വേഷൻ ഒക്കെ ബൈ ഹാർട്ടഡ് ആയിരിക്കണം, ആവശ്യമില്ല, പക്ഷെ ഇത്രയും മൊഡ്യൂൾ ചെറിയ ഇക്വേഷൻ ചെയ്ത് വരുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ടഡ് ആവേണ്ടതാണ്. Okay, Q divided by CP T1 equal to 1 plus gamma minus 1 by 2 M1 square. 1 plus gamma minus 1 by 2 M1 square into T02 by T01 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്
അല്ല റെയിലി റിലേഷൻ ഫോർ പെർഫെക്റ്റ് ഗ്യാസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റേഷ്യോ നമ്മൾ നോക്കിയിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റേഷ്യോന്റെ ഡെറിവേഷൻ അല്ലേ? എന്തായിരുന്നു T02/T01 ഇക്വേഷൻ? 1 പ്ലസ് ഗാമ m1 സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ഗാമ m2 സ്ക്വയർ ഹോൾ സ്ക്വയർ into 1 plus gamma minus 1 by 2 m2 square divided by 1 plus gamma minus 1 by 2 m1 square into m2 by m1 the whole square. ഇതായിരുന്നത് T02/T01 സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റേഷ്യോന് നമ്മൾ പ്രൂവ് ചെയ്തുണ്ടാക്കിയ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഓക്കെ, അത് -1. So it will become the total amount of heat transfer occurred. Total amount of heat transfer occurred for a Rayleigh flow process between two state points 1 and 2. Okay, equation is Q by Cp into T1. Q by Cp into T1 is equal to 1 plus gamma minus 1 by 2 into m1 square into 1 plus gamma m1 square divided by 1 plus gamma m2 square whole square into 1 plus gamma minus 1 by 2 m2 square divided by 1 plus gamma minus 1 by 2 m1 square into m2 by m1 the whole square minus 1. Okay, ഇതാണ് എന്ത് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ. നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് വെച്ചാൽ മാക്സിമം പോസിബിൾ ഹീറ്റ് അഡിഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് എപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, മാക്സിമം പോസിബിൾ ഹീറ്റ് അഡിഷൻ. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഫ്രം വേർ? ഇവിടെ നിന്ന് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അതുവരെയുള്ള ഡെറിവേഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രോബ്ലം ചോദിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഫൈനൽ ഇക്വേഷൻ ആവശ്യമില്ല. ഫൈനൽ ഇക്വേഷൻ അതായത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഫൈനൽ ഇക്വേഷൻ അത് ഡാറ്റാ ബുക്കിലുണ്ട്, ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ തന്ന ഇക്വേഷൻ വെച്ചിട്ട് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ മാക്സിമം പോസിബിൾ കണ്ടുപിടിക്കുക, മാക്സിമം ആ ലിമിറ്റിംഗ് കണ്ടീഷൻ എത്തുന്നത് എപ്പോഴാണ്? m2 മാക് നമ്പർ ഡൗൺ സ്ട്രീം മാക് നമ്പർ 1 ആവുന്ന കേസിലാണ് എന്ത് വരിക? ഡൗൺ സ്ട്രീം മാക് നമ്പർ 1 ആകുമ്പോൾ എന്ത് വരും? Q എന്ന് പറയുന്നത് Q മാക്സ് ആണ്. ഓക്കെ, m2 എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ കണ്ടീഷൻ m2 1 ആകുന്ന പോയിന്റിലാണ് എന്ത് വരിക? മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ചോക്കിംഗ് കണ്ടീഷൻ എത്തുന്നവരെയാണ് എന്ത്? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ m2 ഈക്വൽ ടു ഇക്വേഷനിൽ m2 ഈക്വൽ ടു എന്ത് കൊടുക്കുക? m2 ഈക്വൽ ടു 1 കൊടുക്കുക. ദെൻ Q ബിക്കം Q മാക്സ്. ഓക്കെ, ഇക്വേഷൻ എന്താവും? Q മാക്സ് ബൈ Cp T1 ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 m1 സ്ക്വയർ ഇൻറ്റു ഇതിലൊക്കെ m2 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫൈനലി ഇക്വേഷൻ m2 1 കൊടുത്തത് ഇക്വേഷൻ ഫൈനലി ബിക്കം Q max divided by Cp into T1 equal to 1 plus gamma minus 1 by 2 m1 square into 1 plus gamma m1 square divided by 1 plus gamma whole square into gamma plus 1 by 2 into 1 plus gamma minus 1 by 2 m1 square into 1 by m1 square minus 1 ആണ്. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഒരു സിംപ്ലിഫൈഡ് ഫോമാറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതിനെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാറ്റിലേക്ക് കൊണ്ടുവരണം. ഈ ടേം നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2 പ്ലസ് ഗാമ മൈനസ് 1 m1 സ്ക്വയർ ബൈ 2 റിമൈനിങ് ടേംസിന് അതുപോലെ തന്നെ വെച്ചു. ദെൻ ഇതിനെ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓരോ ടേമിനെ ഇതിലേക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്ത് ചെയ്തു? സോറി, ഓക്കെ, ഇതിനെ ഒന്ന് എന്ത് ചെയ്തു? ഈ ഔട്ട്സൈഡ് ബ്രാക്കറ്റിന്റെ പുറത്തുള്ള ടേമിന് എന്ത് ചെയ്തു? ബ്രാക്കറ്റിന്റെ ഇൻസൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 2 പ്ലസ് ഗാമ മൈനസ് 1 m1 സ്ക്വയർ കോമൺ ആണ് അല്ലെ? ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട്, ഇത് ക്യാൻസൽ ആയി. ഓക്കെ, അതുപോലെ ഗാമ 1 പ്ലസ് ഗാമ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓരോ ടേമും ഇവിടുന്ന് ക്യാൻസൽ ആവും.
ഫൈനലി ബാക്കി എന്തൊക്കെ വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്ത ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത 1 പ്ലസ് ഗാമ m1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ 2 ഇൻറ്റു ഇവിടെ ഒരു 1 പ്ലസ് ഗാമ ഉണ്ട് ബാക്കി അല്ലെ, 2 ഇൻറ്റു 1 പ്ലസ് ഗാമ ഇവിടെ ഒരു 1 ബൈ m1 സ്ക്വയർ ഇൻറ്റു 1 ബൈ m1 സ്ക്വയർ ദെൻ ഈ ടേം ഇൻറ്റു 1 ഈ അതുപോലെ ഈ ടേം ഉള്ളിലേക്ക് വന്നു. എന്ത് വന്നു? 2 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 സോറി ഗാമ മൈനസ് 1 m1 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇനി ഇതിനെ വീണ്ടും എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. a മൈനസ് ബി ബൈ ബി മൈനസ് സി. ഓക്കെ, എ ബൈ ബി മൈനസ് സി ബൈ ഡി എഴുതില്ലേ നമ്മൾ നോർമലി ഉള്ളത്. 2 ഇൻറ്റു 1 പ്ലസ് ഗാമ m1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ ടേം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഹോൾ ഡിവൈഡ് ബൈ അതിന് മുമ്പ് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിൽ 1 പ്ലസ് ഗാമ m1 സ്ക്വയർ എന്നുള്ളതിനെ 1 പ്ലസ് ഗാമ m1 സ്ക്വയറിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇക്വേഷൻ 1 പ്ലസ് ഗാമ സ്ക്വയർ m1 റേസ് ടു 4 1 പ്ലസ് ഗാമ സ്ക്വയർ m1 റേസ് ടു 4 പ്ലസ് 2 ഗാമ m1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഗാമ 1 ബൈ ഇൻറ്റു 1 ബൈ m സ്ക്വയർ. ഈ ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനലി എന്താവും? തന്നെ ഇതിന്റെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്റ്റെപ്പ് നോക്കിയ ഒന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള സ്കീം മാത്രമേ ഉള്ളൂ. ഈ 2 എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ കോമൺ ടേംസ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടത്തേക്ക് കൊണ്ടുവന്നു. കോമൺ ഡിനോമിനേറ്റർ കോമൺ അതിനുശേഷം എന്ത് ചെയ്തു? ഈ 2 ടേംസ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദെൻ ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ ഗാമ സ്ക്വയർ ഇല്ല. ഓക്കെ, 1 പ്ലസ് m1 റേസ് ടു 4 മൈനസ് 2 m1 സ്ക്വയർ ആണ്. ഈ ഗാമ സ്ക്വയർ ഇവിടെ ഇല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഞാൻ സ്ലൈഡ് അപ്ലോഡ് ചെയ്ത് മാറ്റി എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഗാമ സ്ക്വയർ ഇവിടെ ഇല്ല. ഫൈനലി ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് m1 റേസ് ടു 4 മൈനസ് 2 m1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഗാമ m1 സ്ക്വയർ ആണ്. ഓക്കെ, 1 പ്ലസ് ഗാമ സ്ക്വയർ ഇല്ല. ഓക്കെ, ദെൻ എന്താവും? 1 പ്ലസ് m1 റേസ് ടു 4 മൈനസ് 2 m1 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് m1 ദ ഹോൾ m1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 മൈനസ് m1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഗാമ ഇൻറ്റു m1 സ്ക്വയർ വരും. ഓക്കെ, ഇതാണ് എന്ത് വരിക? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ. ഓക്കെ, മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ. ഇക്വേഷൻ വെച്ചിട്ടാണ് ന്യൂമറിക്കൽസ് ചോദിക്കാറ്, പ്രോബ്ലം ചോദിക്കാറ്. ഇത് ഡാറ്റാ ബുക്കിലുള്ള ഇക്വേഷൻ, ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ചില സമയം ഇതിന്റെ ഡെറിവേഷൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? 1 മൈനസ് m1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഗാമ ഇൻറ്റു m1 സ്ക്വയർ. ഇതിനെ വെച്ചിട്ട് ഒരു മാക് നമ്പറും ക്യൂ ബൈ സി പി ആയിട്ടുള്ള ഒരു ഗ്രാഫ് കാണിച്ചാണ്. ഓക്കെ, സോ മാക് നമ്പർ 1 വരുന്ന കേസിൽ എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ബൈ സി പി ടി എന്ന് പറയുന്നത് 0, മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, 1 ഇനീഷ്യൽ മാക് നമ്പർ. ഇതൊന്നും ആവശ്യമില്ല ശരിക്കും, ജസ്റ്റ് ഗ്രാഫ് കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആവശ്യം വരുന്ന കാര്യം ഇതിന്റെ ഇക്വേഷൻ, ഇതിന്റെ ഡെറിവേഷൻ, ഇതുവരെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, സോ ഇഫ് ഇനീഷ്യൽ മാക് നമ്പർ ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ എന്തായിരിക്കും? ഹീറ്റ് അഡീഷൻ, ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അഡീഷൻ നടക്കും. ഓക്കെ, ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അഡീഷൻ നടക്കും. when it is മാക് നമ്പർ 1 യൂണിറ്റി ആംഗിളിൽ എന്താ ഫർദർ ആയിട്ട് ഹീറ്റ് അഡീഷൻ നടക്കില്ല, മാക്സിമം പോസിബിൾ പോയിന്റിലേക്ക് എത്തി. ഓക്കെ, ഫർദർ ആയിട്ട് ഒരു ഹീറ്റ് അഡീഷൻ നടക്കില്ല, മാക്സിമം പോയിന്റിലേക്ക് എത്തി. ദെൻ ഇതുപോലെ എന്താ മുകളിലോട്ടേക്ക് മാക് നമ്പർ സൂപ്പർസോണിക് റേഞ്ചിലേക്ക് ഒരു ഇൻഫൈനൈറ്റിലേക്ക് പോയാൽ എന്താ അവിടെ എന്താ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അഡീഷൻ നടക്കും. ഓക്കെ, അത്രയാണ് ഇതിൽ പറയുന്നത്. സോ മാക്സിമം പോസിബിൾ ഹീറ്റ് ആൻസർ എന്താണ്? സബ്സോണിക് ആയാലും ശരി സൂപ്പർസോണിക് ആയാലും ശരി, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ സെറ്റ് ചെയ്ത റെയിലി ഫ്ലോന്റെ കേസിൽ there is a limiting condition for heat addition. ആ ലിമിറ്റിംഗ് കണ്ടീഷൻ നമ്മൾ എന്താ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ചോക്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായി? ക്ലിയർ ആണോ അത്?
ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ. അറ്റൻഡൻസ് പറഞ്ഞു.